നമുക്കിന്നൊരു ഷാർജ അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു പഴം കട്ട് ചെയ്തിടുന്നുണ്ട്. ശേഷം ഞാൻ തോലുള്ള കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. തൊലിയെല്ലാം കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്ത കപ്പലണ്ടി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം കട്ടപ്പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാല് നല്ല രീതിയിലൊന്ന് അടിച്ച് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് അതും ജാറിലേക്ക് ഇട്ടു കേട്ടോ. ശേഷം 2-3 സ്പൂൺ ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും ഇട്ട ശേഷം നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ല അടിപൊളി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഷാർജ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷാർജയായിരുന്നു കേട്ടോ. ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ സ്ട്രോബെറി ക്രഷാണ് ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഷാർജ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കാണാനും ഒന്ന് ലുക്കായില്ലേ. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ സ്ട്രോബെറി ക്രഷ് ഒഴിക്കാം, അടുത്ത ഗ്ലാസ്സിൽ നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ഒഴിച്ചൊന്ന് പരീക്ഷിക്കാം. അപ്പോൾ വേറൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് കുറച്ച് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഷാർജ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് ഷാർജ റെഡി ആയിട്ടുണ്ട്.